പാലക്കാട് ബി ജെ പിക്ക് ഏറ്റ തോൽവി അതിന് കാരണം സുരേന്ദ്രനാണെന്നുള്ളൊരു ആക്ഷേപം, അത് ആക്ഷേപം ഉന്നയിക്കുന്ന അണികളാണോ ജനങ്ങളാണോ ഈ മാധ്യമങ്ങളാണോ എന്ന് സംശയമുണ്ട്. എങ്ങനെ കാണുന്നു? അല്ല, അത് ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. പാലക്കാട് ജയിച്ചുകൊണ്ടിരുന്നത് ബി ജെ പി ആണോ? അല്ല. ബി ജെ പി ജയിച്ചിട്ടുണ്ടോ അവിടെ? ഇല്ല. ഇല്ല. ബി ജെ പി ശ്രീധരൻ സാർ 2021 മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് പിടിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ശ്രീധരൻ സാറിനെയും നമ്മുടെ കൃഷ്ണകുമാരൻ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? അതൊരിക്കലും പറ്റില്ല. പറ്റത്തില്ല. അപ്പോൾ ശ്രീധരൻ സാറ് മത്സരിച്ച സമയത്ത് ഒരു ഓളം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. ആ ഓളം ബി ജെ പിയുടെ വോട്ടായിട്ട് മാറി. ആ വോട്ട് ഇപ്പോൾ കിട്ടിയിട്ടില്ല. ഒരു കാര്യം, പക്ഷേ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ട് ഇപ്പോൾ പിടിച്ചിട്ടുണ്ടല്ലോ. 39 പിടിച്ചിട്ടുണ്ട്. അല്ല, വേറൊരു കാര്യം, ഇപ്പം നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പം ശ്രീധരൻ്റെ വ്യക്തിപ്രഭാവം, അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിലും കൂടുതൽ വോട്ട് ലഭിക്കുമായിരുന്നില്ല എന്നാണ് ഇവരുടെ ആക്ഷേപം. അല്ല, ശ്രീധര സാറിൻ്റെ പ്രായം ഒത്തിരിയായി, അദ്ദേഹത്തിന് വീണ്ടും നിർത്താൻ പറ്റിയ ആരോഗ്യസ്ഥിതിയിലല്ല അദ്ദേഹം. അതുകൊണ്ട് ആ അധ്യായം കഴിഞ്ഞതാണ്. പിന്നെ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആര് സ്ഥാനാർത്ഥിയാവണം, എങ്ങനെയാണ് ജയിപ്പിക്കേണ്ടത്, തന്ത്രങ്ങൾ മെനയാനുള്ള സ്വാതന്ത്ര്യം പാർട്ടിക്കുണ്ട്, തീർച്ചയായും മാധ്യമങ്ങളിൽ നിശ്ചയിക്കേണ്ടത്. അപ്പോൾ സുരേന്ദ്രനെതിരെ കലാപം ഉണ്ടാക്കിയ അണികളാണ്. ബി ജെ പിയുടെ ആരെങ്കിലും ആവശ്യപ്പെട്ടോ സുരേന്ദ്രൻ രാജിവെക്കണമെന്ന്? നിരന്തരം ഈ ചാനലുകൾ മാധ്യമങ്ങളാണ് എന്തുകൊണ്ട് സുരേന്ദ്രനെ ഒറ്റതിരിച്ച് വേട്ടയാടുന്നു. സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ ജി മാരാർക്ക് ശേഷം ഒരുപക്ഷെ ഒരു പോരാളിയായി വന്ന ഒരു പോരാട്ടവീരം കൂടുതൽ കാണിക്കുന്ന ആളായിരുന്നു സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ ലക്ഷ്യമിടുന്നത്. ഇപ്പം പി എസ് ശ്രീധരൻപിള്ളയോ കുമ്മനം രാജശേഖരജിയോ ഒക്കെ ഇരുന്ന സമയത്ത് മാധ്യമങ്ങളോട് ഇത്രയും കർശനമായ നിലപാടെടുക്കാറില്ല. ഒരു സോഫ്റ്റ് കോർണർ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ സുരേന്ദ്രൻ അങ്ങനെയല്ല. സുരേന്ദ്രൻ അവരോട് പറഞ്ഞു പിതൃശൂന്യമായ നിലപാടുകൾ കടുപ്പിച്ചിട്ട് അവരോട് മെനിയാന്നും പറഞ്ഞു പിതൃശൂന്യമായ വാർത്തകൾ നിങ്ങൾ കൊടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സുരേന്ദ്രനെ അവർ പിന്നെ നല്ലതെന്ന് പറയത്തില്ല. സുരേന്ദ്രന് പകരം ഇനിയിപ്പോൾ ആരാ? സുരേന്ദ്രൻ എന്തുകൊണ്ട് അവർ വേട്ടയാടുന്നു? സുരേന്ദ്രൻ 5 വർഷം കഴിഞ്ഞു, പിന്നെയും ഇദ്ദേഹം നിൽക്കുകയാണ്. അത് ഞാൻ മാധ്യമങ്ങളുടെ ജോലിയല്ലല്ലോ. ഒരു പാർട്ടിയുടെ പ്രസിഡന്റിനെ മാറ്റുക, അവർക്ക് 5 വർഷമാണോ 6 വർഷമാണോ 10 വർഷമാണോ ഒരു ടൈം കൂടി കൊടുക്കണമെന്ന് തീരുമാനം മാധ്യമങ്ങളല്ലല്ലോ. മാധ്യമങ്ങൾ എല്ലാ കാലത്തും കേരളത്തിൽ ബി ജെ പിക്കെതിരാണ്. ബി ജെ പിയുടെ സ്പേസ് കേരളത്തിൽ വളരെ കുറവാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. സംഘടിത മതന്യൂനപക്ഷങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ ഒരു ഭാഗത്ത്, ഇവിടുത്തെ എക്സിക്യൂട്ടീവിനെയും അർദ്ധ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കേഡർ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇവരുടെയൊക്കെ ഇടയിലാണ് ബി ജെ പി നിൽക്കുന്നത് നടക്കണം. അപ്പം ബി ജെ പിക്ക് നേരിടേണ്ട ശത്രു ഒന്നല്ല, ബഹുമുഖ ശത്രുവിനെയാണ് ബി ജെ പി നേരിടുന്നത്. അതിൻ്റെ ഇടയിലാണ് ബി ജെ പിയുടെ സ്പേസ് കണ്ടെത്തേണ്ടത്. സ്വാഭാവികമായിട്ടും നിരന്തരം പരാജയപ്പെട്ട് ഈ കഴിഞ്ഞ രാജേട്ടൻ നിയമത്തിൽ ജയിച്ചപ്പോഴാണ് ഒരു വിജയമാർക്ക് സ്റ്റേറ്റ് ലെവലിൽ കാണാൻ കഴിഞ്ഞത്. പിന്നെ അതിനുശേഷം സുരേഷ് ഗോപി. അപ്പോൾ വാസ്തവത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ബി ജെ പി വളരുകയാണ്. മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്കുണ്ട ചരിത്രം? ഇന്ന് ഇലക്ഷന് മത്സരിച്ച് കെട്ടിവെച്ച കാശ് കിട്ടിയില്ലെങ്കിൽ അടുത്ത ഇലക്ഷന് ആ പാർട്ടി കാണത്തില്ല. അതാണ് കേരളത്തിൻ്റെ സ്വഭാവം. പക്ഷെ ബി ജെ പി നിരന്തരം പരാജയപ്പെട്ട് വന്നിട്ടും ബി ജെ പി വളരുന്നു. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ബി ജെ പി വോട്ടിംഗ് ശതമാനം കൂടുകയാണ്. അപ്പം ബി ജെ പിയെ നയിച്ചത് സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ ഒരു പോരാളി തന്നെയാണ്. സുരേന്ദ്രൻ ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, പോരാട്ട വീര്യം പ്രദർശിപ്പിക്കുന്നു. ഇന്ന് ബി ജെ പി എത്തിക്കേണ്ട തലത്തിൽ എത്തിക്കാനുള്ള സർവ്വ തന്ത്രങ്ങളും മെനഞ്ഞത് സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലാണ്. പിന്നെ സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ സുരേന്ദ്രനല്ല, ഇനി ആരാണെങ്കിലും പ്രസിഡന്റ് ഒറ്റയ്ക്കല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. ഒരു ടീം വർക്കാണ്. തീർച്ചയായും ആ ടീം വർക്ക് ബി ജെ പിക്കുള്ളിലുണ്ട്. അതെല്ലാ പാർട്ടിയും കാണും. ഇപ്പം ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ ഒറ്റയ്ക്കാണ് തീരുമാനം എടുക്കുന്നത്. അതിനോട് സംസ്ഥാന സമിതിയുണ്ട്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്. അതുപോലെ ബി ജെ പിക്ക് അവിടെ എക്സിക്യൂട്ടീവ് സമിതിയുണ്ട്, സംസ്ഥാന സമിതിയുണ്ട്. ഇങ്ങനെ കൂട്ടായ തീരുമാനമാണ്. സുരേന്ദ്രൻ അതിന് നേതൃത്വം കൊടുക്കുന്നു മാത്രം. പക്ഷേ ഈ ജേതാവിനെ വെട്ടിയിട്ട് നേതാവിനെ തളർത്തിയിട്ട് പ്രസ്ഥാനത്തെ തുലയ്ക്കാമെന്നുള്ള മാധ്യമ അജണ്ട, അത് സുരേന്ദ്രനെ ഇപ്പോൾ ഈ പാലക്കാട് പരാജയത്തിൻ്റെ പേരിൽ സുരേന്ദ്രൻ്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവർ കളിക്കുന്നത് മാത്രമാണോ? ഒരു കാലത്തും കേരളത്തിലെ മാധ്യമങ്ങൾ ബി ജെ പിയെ സഹായിച്ചിട്ടില്ല. ബി ജെ പി എന്നല്ല, ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളൊന്നും സഹായിച്ചിട്ടില്ല. എന്തിന്? നരേന്ദ്രമോദി 2014 തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ എന്താ കാണിച്ചിരുന്നത്?
ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടോ ഒരു പ്രധാനമന്ത്രി ഇതുവരെ പത്രസമ്മേളനം നടത്താത്തൊരു പ്രധാനമന്ത്രി? ചരിത്രത്തിലില്ല. അല്ല, ഈ ഇടയ്ക്ക് ഈ പ്രധാനമന്ത്രി മുൻകാലങ്ങളിലുള്ള മന്ത്രിമാരെല്ലാം വിദേശ പര്യടനത്തിനൊക്കെ പോകുമ്പോൾ ഒരു കൂട്ടം മാധ്യമകാര്യം കൊണ്ടുപോകും. 200-300 പേരൊക്കെ ഉണ്ടാവുമെന്നാണ് കേട്ടത്. അവര് തിരിച്ചു വരുമ്പോൾ വിദേശ പര്യടനങ്ങളിൽ പ്രധാനമന്ത്രി തിരിച്ചെത്തുന്ന ഗ്രീൻ ചാനലിൽ കൂടെ ഇവരൊക്കെ പുറത്തു വരും എന്നുള്ളതാണ്. ഇപ്പൊ എന്തായാലും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം അങ്ങനെ ഗ്രീൻ ചാനലിൽ കൂടെ ആരും പുറത്തു വരുന്നില്ല. ഒന്നുമില്ല. നാഷണൽ മീഡിയ മാത്രമേ പോകുന്നുള്ളൂ. ദേശീയ ചാനൽ എണ്ണിയാൽ വളരെ ചുരുക്കം പേര്, ദേശീയ ചാനലിലെ ആളുകൾ മാത്രമേ പോകുന്നു. ഇത് ഒരു ഭീകരമായ ഒരു തുക ഇതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്നുണ്ട്. മാത്രമല്ല ഇവര് നേടിയിരുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ പേരിൽ ഇവര് അളവറ്റ ധനസമ്പാദനം, ഇല്ലീഗൽ ആയിട്ടുള്ള ബന്ധങ്ങൾ, അതൊക്കെ നിലച്ചു എന്നുള്ളതാണ്. ഒരു പ്രധാനമന്ത്രി ഒരു വിദേശയാത്ര നടത്തുമ്പോൾ ഒരു അഡീഷണൽ ഫ്ലൈറ്റ് ഇവരെയും കൊണ്ട് പോകുന്നുണ്ട്. 300 പേര്, 350 പേര്, 400 പേരടങ്ങുന്ന ടീം തന്നെയുണ്ട്. 1-2 ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കുടുംബാംഗങ്ങളടക്കം ഉല്ലാസയാത്ര, മാത്രമല്ല നിരവധി സാമ്പത്തിക ലാഭമുള്ള ബിസിനസ്സുകൾ ഒക്കെ ഇവർ നടത്തിയിരുന്നു. അതെല്ലാം നിലച്ചു. ആ നിലച്ചതിൽ പ്രധാനമന്ത്രിയുടെ ധീരോദാത്തമായിട്ടുള്ളൊരു നേതൃത്വമുണ്ട്. അതിലൊരു അമർഷമുണ്ട്, സ്വാഭാവികമാണ്. എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിലെ സുരേന്ദ്രനെതിരെ ഇത് തന്നെയാണോ? കേരളത്തിൽ ടൂർ കൊണ്ടുപോകുന്നില്ല. അല്ല, കേരളത്തിലെ നരേന്ദ്രമോദി നയിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ നേതൃത്വം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനുണ്ട് സുരേന്ദ്രൻ. അതെ, സുരേന്ദ്രനെ വിളിച്ചു നോക്കാനൊന്നുമില്ല. സുരേന്ദ്രനെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ കൊണ്ടുവന്ന കഴിഞ്ഞ ഇലക്ഷൻ സമയത്താണ് നമ്മുടെ കള്ളപ്പണം, വാസ്തവത്തിലെ കള്ളപ്പണമാണോ? ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ചിലവാക്കാൻ പറ്റുന്ന പൈസയിലൊന്നും ഇലക്ഷൻ പ്രവർത്തനം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ആ കണക്കിൽപ്പെടുത്താത്ത പൈസകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെലവഴിക്കുന്നു. BJP അതേ ചെയ്തോളൂ. എല്ലാ ജില്ലകളിലും കൊടുക്കാനുള്ള പൈസ കൊടുക്കാൻ പോയി അതിൽ നിന്ന് തെറ്റുപറ്റിയതായിരിക്കാം. എന്തുകൊണ്ട് അങ്ങനെ കണ്ടുകൂടാ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് ചെയ്യുന്നില്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റൂ. ആരെങ്കിലും കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ആ പൈസക്കുള്ളിൽ നിന്നുകൊണ്ട് ഇലക്ഷൻ പ്രവർത്തനം പൂർത്തിയാക്കാൻ സാധിക്കില്ല. അപ്പോൾ സുരേന്ദ്രനെ മാത്രം ഇതിനൊക്കെ ക്രൂശിക്കപ്പെടുന്നത്. അപ്പം പ്രത്യേക അജണ്ട, മാധ്യമങ്ങൾക്ക് പ്രത്യേക അജണ്ടയുണ്ട്. ഇലക്ഷൻ്റെ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസത്തിന് മുമ്പ് കൃത്യമായിട്ട് ഈ വിഷയം പൊയ്ക്കൊണ്ടുവരികയാണ്. അതേ സമയത്താണ്, ആ സമയത്ത് തന്നെയാണ് സന്ദീപ് വാര്യരുടെ ഒരു മാറ്റവും. ഇതെല്ലാം പരസ്പര പൂരകമാണെന്ന്. ഇത് സന്ദീപ് വാര്യർ അന്ന് എടുത്ത തീരുമാനമാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല. സന്ദീപ് വാര്യർ അന്നെടുത്ത തീരുമാനമല്ല. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോകാൻ തീരുമാനിച്ചു നേരത്തെ പോരുതോ? ഇടതുപക്ഷമായിട്ട് അല്ലെങ്കിൽ പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോരുതോ? അപ്പോൾ ഇലക്ഷന് 2 ദിവസം മർമ്മത്തിൽ തന്നെ കുത്തുക. ഈ പിന്നിൽ നിന്ന് കുത്തുക എന്ന് പറഞ്ഞില്ലേ, അത് വെറുതെ കുത്തലല്ല, അത് മർമ്മത്തിൽ തന്നെ കുത്തുക. BJP അത്രത്തോളം ഒരു കൊടിയ ചതി അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ചതിയെന്ന് വിളിച്ചത്. ഇപ്പം പത്മജ വന്നു. പത്മജ നിർണായകമായ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്തല്ല BJPയിലേക്ക് വന്നത്. തീർച്ചയായിട്ടും. അതിലൊരു പത്മജയുടെ ഒരു പോസ്റ്റുണ്ട്. പത്മജ കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ പിതാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മാങ്കൂട്ടം പറഞ്ഞതും ഒക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് വന്നു. പക്ഷേ BJPയിൽ അങ്ങനെ ഒരാൾ പോയപ്പോൾ അത്തരം പ്രസ്താവനകളൊന്നും ഉണ്ടായില്ല എന്ന് പത്മജയാണ് പറഞ്ഞത്. അല്ല, BJP ഒരു തികച്ചും ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ആർക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് പലരും അഭിപ്രായം പറയുന്നത്. അഭിപ്രായം പറയുന്നവരെ 51 വെട്ടിൽ ഒടുക്കുന്ന ഒരു ശീലമൊന്നും നമുക്കില്ല, BJPക്കില്ല. അഭിപ്രായം പറയുന്നവരോ അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തു പോകുന്നവരോ സുഗമമായ അവരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട്. BJP ഇത് അംഗീകരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ TP ചന്ദ്രശേഖരൻ്റെ തെരുവിലിട്ട് 51 വെട്ടി മാഷാള്ള എന്ന് എഴുതിയ കാറ് അയച്ചതുപോലെ BJP ആരെയും പുറകിലിരിക്കുന്ന കാർ അയക്കാൻ പോകുന്നില്ല. തീർച്ചയായും ആ നിലപാടല്ല BJP ഇട്ടത്. BJP തികച്ചും ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങൾ വിശ്വസിക്കുന്ന ആ പാർട്ടിയാണ്. BJPക്ക് അഭിപ്രായത്തെ ജനാധിപത്യമുണ്ട്. BJPക്കുള്ള ജനാധിപത്യം ഉള്ളതിൻ്റെ തെളിവാണ് സുരക്ഷിതമായി സന്ദീപ് വാര്യർ പോയതും ഇന്ന് പ്രവർത്തിക്കുന്നത്. അല്ല, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പ്രസ്താവന നടത്തി കഴിഞ്ഞു, എനിക്കിന്നൊരു ഇന്നോവ കാർ ഇനി എൻ്റെ പുറകെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നടന്നു. ഒരു ഇന്നോവ കാറും പോകുന്നില്ല. സന്ദീപ് വാര്യരൊന്നും അങ്ങനെ പോയതുകൊണ്ട് BJPക്ക് ഏതെങ്കിലും വലിയ കനത്ത നഷ്ടമൊന്നും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം BJP ഒരു തത്വാധിഷ്ഠിത പാർട്ടിയാണ്. തത്വത്തിലാണ് വിശ്വാസം, വ്യക്തിയധിഷ്ഠിത പാർട്ടിയല്ല. എത്രയോ ആളുകൾ പോയി, BJPയിൽ നിന്ന് പോയി. എന്തിന്? രാമപിള്ള സാറ് പോയില്ലേ? അതെ. BJPയുടെ രൂപീകരണത്തിന് വഴിയൊരുക്കിയ, BJPയുടെ നിർണായകമായ കാലഘട്ടങ്ങളിൽ BJP എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത, അതിനുമുള്ള ജനസംഘത്തിനോട് വന്ന് രാമപിള്ള സാർ ഇടയ്ക്ക് മാറിയുന്നില്ലേ? എത്ര പേരാണ് കൂടെ പോയത്?
എത്ര പേര് പോയി? BJP 2 അദ്ദേഹം ജനപക്ഷം ഉണ്ടാക്കിയല്ലേ? അതെ. അദ്ദേഹം എവിടെ നിൽക്കുന്നു? ഉമാഭാരതി ഒരു കാലഘട്ടത്തിൽ BJP പോയില്ലേ? കല്യാൺ സിംഗ് പോയില്ലേ? അല്ലെ, ഇവരെയൊക്കെ ഉപമിപ്പിക്കുമ്പോൾ ഇവരെ കാട്ടി ഉപമ കൊടുക്കാനായിട്ട് പറ്റിയൊരു വ്യക്തിയാണോ ഈ സന്ദീപ് വാര്യർ? ഒരിക്കലല്ല. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഒരു BJPക്ക് അധികാരം കിട്ടിയപ്പോൾ UPയിലെ മുഖ്യമന്ത്രിയാണ് കല്യാൺ സിംഗ്. അവിടെ ദലിത് വിഭാഗത്തിൽ പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത്. അദ്ദേഹം മുഖ്യമന്ത്രിയായി. അങ്ങനെ കരുത്തുള്ളൊരു മുഖ്യമന്ത്രി. അദ്ദേഹം പോയി, BJPയിൽ നിന്ന് പോയി. പക്ഷേ 5 വർഷം 6 വർഷം കഴിയുമ്പോൾ തിരിച്ചു വന്നു. എന്തിനാ? തൊട്ടടുത്ത സ്റ്റേറ്റ് കർണാടകയിൽ നമ്മുടെ യെദ്യൂരപ്പ പോയില്ലേ? KJP ഉണ്ടാക്കിയല്ലേ? എന്നിട്ട് എന്താ അദ്ദേഹത്തിൻ്റെ നിലപാടെന്താ? അപ്പം പ്രസ്ഥാനത്തിന് അതീതരായിട്ട് ആര് വളർന്നാലും അത് പ്രസ്ഥാനത്തെ ബാധിക്കില്ല. കാരണം BJP ഒരു തത്വാധിഷ്ഠിത നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ്. തത്വത്തിനാണ് പ്രാധാന്യം, ആശയത്തിനാണ് പ്രാധാന്യം, ആളുകൾക്കല്ല. നേതൃത്വം വരുമ്പോൾ സുരേന്ദ്രൻ മാറിയിട്ട് വേറെ ആരെങ്കിലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരും. അതുകൊണ്ട് സുരേന്ദ്രൻ മാറിയതുകൊണ്ട് BJPയുടെ മെമ്പർഷിപ്പ് കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല. വേറൊരാൾ വന്നോണ്ട് മെമ്പർഷിപ്പ് അങ്ങനെ പെട്ടെന്ന് കൂടുന്നുമില്ല. ഈ BJP വിഭാവനം ചെയ്യുന്ന ഹൈന്ദവ ദേശീയത, BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയാദർശങ്ങൾ, അതിൽ വിശ്വസിക്കുന്ന ആളുകൾ BJPയിലേക്ക് വരും. BJP ക്രമാനുഗതമായി വളരും. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP മാറും എന്ന കാര്യം സംശയം വേണ്ട. ഒരു വലിയ ശക്തമായ ഭരണമാറ്റത്തിന് തന്നെ കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതിന് സംശയം വേണ്ട. അതിനു വേണ്ടിയിട്ടാണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ പടച്ചു വിടുന്നത്. മാധ്യമങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇപ്പോഴേ ഈ തവളയുടെ ഇളയിൽ നൂല് കെട്ടിയിട്ട് കളിപ്പിക്കുന്ന മാതിരി കളിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. സുരേന്ദ്രന് ശേഷം, അല്ലെങ്കിൽ സുരേന്ദ്രനാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പാർട്ടിയെ. അതിനുശേഷം എന്തായിരിക്കും ഇനി പാർട്ടിയിൽ സംഭവിക്കാൻ പോകുന്ന ഗുണദോഷങ്ങൾ എന്തായിരിക്കും? പാർട്ടിയിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സുരേന്ദ്രനോ അല്ലെങ്കിൽ MD രമേശോ അല്ലെങ്കിൽ PK കൃഷ്ണദാസോ അല്ലെങ്കിൽ കുമ്മനം രാജശേഖരനോ രാമപിള്ള സാറോ ആണെന്നുള്ള വിഷയമല്ല. പാർട്ടിക്കൊരു പ്രസിഡന്റ് ഉണ്ടാവും. അത് A or B. പാർട്ടി മുന്നോട്ട് തന്നെ പോകും. അത് സുരേന്ദ്രൻ എന്തെങ്കിലും പ്രത്യേകിച്ച് മഹത്വമുള്ള കാര്യം ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ സുരേന്ദ്രനിൽ വലിയ വീരപരിവേഷം ചേർത്താനോ ഒന്നും, ഞാൻ പറഞ്ഞല്ലോ, BJP തത്വാധിഷ്ഠിത പാർട്ടിയാണ്. ഈ തത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് BJP. BJPക്ക് വ്യക്തമായ ദിശാദർശനം നൽകാനുള്ള ഒരു വലിയ നേതൃത്വം ഭാരതത്തിലുണ്ട്, കേരളത്തിലുമുണ്ട്. അതുകൊണ്ട് സുരേന്ദ്രൻ്റെ കാലാവധി കഴിയുമ്പോൾ ചിലപ്പോൾ സുരേന്ദ്രൻ പോയിട്ട് അവന് പകരം വേറെ ആരെങ്കിലും വരാം. ആര് വരുന്നു എന്നുള്ളതല്ല പ്രശ്നം. തീർച്ചയായിട്ടും ഇത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ മോദിയെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഇലക്ഷൻ കൊണ്ടുപോയി നിങ്ങൾക്ക് തോക്കും എന്നുള്ള രീതിയിലൊക്കെ പ്രതിപക്ഷങ്ങൾ പറഞ്ഞായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഇലക്ഷനൊക്കെ നോക്കിയാൽ മോദി പല സ്ഥലത്തും പോയിട്ടില്ല. അവിടെയൊക്കെ ഗംഭീരമായി വിജയിച്ച് കയറി വന്ന ചരിത്രമാണ്. അല്ല, 100 മോദിമാർ പിന്നണിയിൽ BJP ഒളിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അതെ. അതുകൊണ്ട് ഒരിക്കൽ വാജ്പേയിയെക്കുറിച്ച് പറയാം. വാജ്പേയി BJPയുടെ മുഖം മൂടിയാണ്. വാജ്പേയി ആക്കിയത് BJP ആണ്. അദ്ദേഹത്തിന് മുഖാവരണം മാത്രമാണ്. BJP നൽകിയൊരു മുഖാവരണമാണ്. അത് എനിക്കെടുത്ത് അണിയാം, രാജേഷിനും അണിയാം. ആ മുഖാവരണം BJPയുടെ മുഖാവരണം അണിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്തേക്ക് വരാൻ സാധിക്കും. ആശയത്തിനാണ് പ്രാധാന്യം, ആളിനല്ല. ഇപ്പം നരേന്ദ്രമോദി നാളെ അദ്ദേഹം മനുഷ്യനാണ്. അദ്ദേഹം ബലിഷ്ഠനായ അല്ലെങ്കിൽ ബലവാനായ ഒരു ധീരനായിട്ടുള്ളൊരു പ്രധാനമന്ത്രിയാണ്. പക്ഷേ എല്ലാ കാലത്തും പ്രധാനമന്ത്രി ആയിരിക്കും അദ്ദേഹത്തിന് സാധിക്കുമോ? അദ്ദേഹത്തിന് ശേഷം സ്വാഭാവികമായിട്ടും മറ്റാരെങ്കിലും വരും, വന്നേ പറ്റൂ. ചലനാത്മകമായിട്ടുള്ള പാർട്ടി അത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഈ ആരോഗ്യമുള്ള കുട്ടിയാണ് കൈയും കാലോട്ട് അടിക്കുക. അതുകൊണ്ട് BJP അങ്ങനെയുള്ള ചലനാത്മകത പ്രദർശിപ്പിക്കും. BJP മുന്നോട്ട് തന്നെ പോകും. ആ നേതൃത്വത്തിൽ ആര് വരുന്നു എന്ന് നോക്കിക്കൊണ്ടല്ല. ഇപ്പോൾ JP നദ്ദ ഇപ്പം പ്രസിഡന്റ്, അതിനു മുമ്പ് പ്രസിഡന്റുമാരെ ആരൊക്കെ ആയിരുന്നു? എത്ര പേരായിരുന്നു? അപ്പോൾ ഇന്നയാൾ പ്രസിഡന്റ് ആയിരുന്നാൽ മാത്രമേ BJP അധികാരം കിട്ടുള്ളൂ? അങ്ങനെയല്ല. BJP വിഭാവനം ചെയ്യുന്ന ആശയാദർശങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് BJP വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. വരുന്ന കാലങ്ങളിൽ BJPക്കാണ് ഭാരതത്തിലും കേരളത്തിലും ഭാവിയുള്ളത്. കാരണം ബാക്കി പരീക്ഷിച്ച് പഠിച്ച എല്ലാ ആളുകളും ഈ രാജ്യത്തെ കൊള്ളയടിക്കാനും അഴിമതിയും കൊള്ളയടിക്കാനും നടത്തിയിട്ടുള്ള കുത്സിതമായ ശ്രമങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഏറ്റവും നല്ല ഉദാഹരണമാണ്. തീർച്ചയായും. എല്ലാം നിങ്ങളുടെ ഒപ്പീനിയൻ പോലെ പറയുന്നത് മഹാരാഷ്ട്രയിൽ ആര് വരുമെന്ന്, തൂക്കും മന്ത്രിസഭ വരുമെന്ന് പറഞ്ഞിരുന്നില്ല. എന്നിട്ട് എന്തായി? 6 മാസം കൊണ്ടുള്ള പ്രവർത്തനമാണ്. മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് വ്യക്തമായൊരു നാഷണൽ വിഷൻ ഉണ്ടായിരുന്നു, ഒരു ദേശീയമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ ദേശീയമായ കാഴ്ചപ്പാടിൻ്റെ ബാക്കിയാണ് മഹാരാഷ്ട്രയുടെ വിജയം കിട്ടിയിട്ടുള്ളത്. തീർച്ചയായും. അത് ഓൾ ഓവർ ഇന്ത്യയിലും നമ്മൾ കാണും. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും ഈ ദേശീയ വീക്ഷണം
പ്രകടമാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജയിക്കും. അത് നരേന്ദ്രമോദിയാണോ ഭാരതത്തിൽ നയിക്കുന്നത്, കേരളത്തിൽ കെ സുരേന്ദ്രനാണോ എന്ന് നോക്കിയിട്ടില്ല. ആ എടുക്കുന്ന കാഴ്ചപ്പാടിൻ്റെയും നമ്മുടെ ആശയങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്.